ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഒരു 4 മണി പലഹാരമാണ് ഉണ്ടാക്കുന്നത്. കാണാൻ ഭംഗിയില്ലെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യുക. അപ്പം ഞാനിവിടെ ഒരു മുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അത് ഈ ചട്ടിയിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണേ. ആ നെയ്യൊക്കെ എല്ലായിടത്തും ആകുന്ന തരത്തിൽ ഇളക്കിയെടുക്കണേ. തേങ്ങ ഒരല്പം കൂടുതലുണ്ട്, ഒരു മുറിയിലും ഒരല്പം കൂടെയുണ്ട്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് റാഗിയുടെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കണം. ആ പൊടിയൊക്കെ നല്ലതുപോലെ ഒന്ന് മൂക്കട്ടെ. ആ നെയ്യ് കിടന്ന് ആ തേങ്ങയും നെയ്യും പൊടിയും എല്ലാം കൂടെ കിടന്ന് നല്ലപോലെ ഒന്ന് മൂക്കട്ടെ. ഇനി ഞാനിതിലേക്ക് ഒരല്പം ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു മണം കിട്ടും. എന്നിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കണേ. ആ പൊടിയുടെ മണമൊക്കെ നല്ലപോലെ വരുന്നുണ്ട് വറുത്ത് വരുമ്പോഴത്തേനും. ആ നെയ്യ് കിടന്ന് വേകുമ്പോഴുള്ള ആ മണം. ഇനി ഞാൻ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇത്തിരി വെള്ളം അധികം ഒഴിച്ചാണ് ഉരുക്കി വെച്ചിരുന്നത്. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഇടുക. അപ്പം ഞാൻ വെള്ളം എടുക്കുമ്പം ഈ ചൂടുവെള്ളം ഒഴിക്കാതെ ഈ ശർക്കരപ്പാനി തന്നെയാണ് ഉണ്ടാക്കുന്നത്. ലൂസാക്കിയാണ് എടുത്തിരിക്കുന്നത്. അത് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ഇളക്കിയെടുക്കണേ. വെള്ളം എന്തോരം വേണമെന്നറിയണമല്ലോ, അതുകൊണ്ടാണ് കുറേശ്ശെ ഒഴിക്കാൻ പറഞ്ഞത്. പതുക്കെ ഇളക്കിയെടുത്താൽ മതിയേ. അപ്പോൾ വെള്ളം പോരാ, ബാക്കിയും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ അത് മൊത്തം ഒരു 3/4 കപ്പ് എടുത്തിട്ടുണ്ടായിരുന്നേ. അതൊരു 1/2 ലിറ്ററിൻ്റെ കപ്പാണ്. അതിലൊരു 3/4 കപ്പ് ശർക്കര ഉരുക്കിയ വെള്ളമാണ് എടുത്തിരുന്നത്. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇപ്പം തന്നെ പൊടി നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം, ഒന്ന് ചൂടാറട്ടെ. അപ്പോഴത്തേനും നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കാം. ഇനി ഒരു പാത്രത്തിൽ എപ്പോഴും വെള്ളം അടുത്ത് വെച്ചിട്ട് വേണേ, കൈയൊന്ന് മുക്കിയിട്ട് വേണം, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കുവേ. എന്നിട്ട് ഇതേ കൈ കൊണ്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് വിരലിന് പതുക്കെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി. കണ്ട ഇതേപോലെ ഇരിക്കും. ഇതിന് ഞങ്ങൾ കൈപ്പിടി എന്നാണ് പറയണത്. അപ്പോൾ നമുക്ക് ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ നല്ലോണം തിളച്ച് ആവി വരുന്നുണ്ട്. ഞാൻ ആ പാത്രം മറിച്ചാണ് ഇട്ടിരിക്കുന്നത്. എല്ലാം ഇതേപോലെ തന്നെ പിടിച്ചു വെക്കാം. കൈയുടെ വിരലൊന്ന് മുക്കിയിട്ട് വേണേ. അപ്പോൾ ദേ കൈപ്പിടിയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് കത്തിക്കാം. കത്തിച്ചിട്ടുണ്ട്, വേവിക്കാം. അപ്പോൾ ദേ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കൈപ്പിടിയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.